എൻ്റെ പേര് അലീന. ഞാൻ തൃശ്ശൂർ രൂപതയിൽ നിന്നാണ് വരുന്നത്. പള്ളിക്കുന്ന് ഇടവക അംഗമാണ്. ഞാനിവിടെ 2019 ജൂൺ 10 വന്നായിരുന്നു. അന്ന് എനിക്ക് ഉടമ്പടി എടുക്കാനായിട്ട് പറ്റിയിരുന്നില്ല. അപ്പോൾ അന്ന് ഞാൻ ധ്യാനം കൂടി പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു, എനിക്ക് അന്ന് വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഒത്തിരി വിഷമങ്ങളോട് കൂടി ഞാനിവിടെ വന്നിരുന്നത്. പക്ഷേ ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് ഒത്തിരിയേറെ സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അന്ന് വന്നപ്പോൾ അമ്മ മാതാവിനോട് ഞാൻ പറഞ്ഞിരുന്നു, ഞാനിവിടെ നിന്ന് പോകുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ച ഒരു കാര്യം എനിക്ക് മാതാവ് എൻ്റെ ചെവിയിൽ കേൾപ്പിക്കുകയാണെങ്കിൽ ഞാൻ അടുത്ത ആഴ്ച തന്നെ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ അന്ന് ധ്യാനം കഴിഞ്ഞ് പോകുന്ന ടൈമിൽ ബസ്സിൽ കയറിയപ്പോഴാണ് എനിക്ക് കോള് വന്നു. അത് ഇങ്ങനെയായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് ബഹ്റൈനിലാണ്, ഞാൻ നഴ്സാണ്. അപ്പോൾ എനിക്ക് കല്യാണം കഴിഞ്ഞ ആ ടൈമിൽ എനിക്ക് 4 വർഷമായിട്ടും എനിക്ക് ഹസ്ബൻഡിൻ്റെ അടുത്തോട്ട് പോകാനായിട്ട് സാധിച്ചിരുന്നില്ല. എങ്ങനെയൊക്കെ നോക്കിയാലും വിസ തടസ്സം അത് മാറുന്നില്ല. അതേപോലെ തന്നെ എനിക്കൊരു ബ്രദർ ഇവിടെ നാട്ടിൽ തന്നെയാണ് വർക്ക് ചെയ്തിരുന്നത്. ആൾ ഇവിടെ ഒരു കമ്പനിയിൽ HR ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ആൾക്കും എൻ്റെ കൂടെ ബഹ്റൈനിൽ വന്നിട്ട് ഒരു ജോലി വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കും ഒരാഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ ബ്രദറിനെയും കൂടെ കൊണ്ടുപോയി നമ്മൾ വിചാരിച്ച ജോലി തന്നെ കിട്ടണം എന്നുള്ളത്. അങ്ങനെ അന്ന് ഞാൻ ധ്യാനം കഴിഞ്ഞ് വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ എനിക്ക് കോള് വന്നു, നിങ്ങളുടെ വിസയുടെ കാര്യം ഏകദേശം റെഡി ആയിട്ടുണ്ട് എന്നൊരു കോൾ എനിക്ക് അവിടെ നിന്ന് വന്നു. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, അടുത്ത ആഴ്ച ഞാൻ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കുന്നുള്ളത്. അങ്ങനെ ഞാൻ ജൂൺ 20 ഇവിടെ വരുന്നത് ഉടമ്പടി എടുക്കാനായിട്ട്. അന്ന് ഞാൻ മാതാവിന് ഉടമ്പടി എടുത്ത് ഞാൻ നിയോഗങ്ങൾ എഴുതി. അതിനകത്ത് ഞാൻ എഴുതിയത് ഇങ്ങനെയാണ്. ഫസ്റ്റ് നിയോഗം എൻ്റെ ബ്രദറിന് വേണ്ടിയിട്ടാണ്. ബഹ്റൈനിൽ ചെല്ലുമ്പോൾ അവിടെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ജോലി കിട്ടാമെന്ന് വെച്ചാൽ എളുപ്പമല്ല. പിന്നെ HR ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും. നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ രാജ്യത്തെക്കുറിച്ച് നമുക്കൊരറിവുണ്ടാവണം, അല്ലാതെ ചെന്ന വഴിക്ക് നമുക്ക് HR ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും അങ്ങനെയാണ് പറഞ്ഞത്, ചെന്ന വഴിക്കൊന്നും HR ആയിട്ട് ജോലി കിട്ടില്ല എന്ന രീതിയിൽ എല്ലാവരും പറഞ്ഞിരുന്നത്. പക്ഷേ അവിടെ ചെന്നു ഞങ്ങൾ ജൂലൈ 4 ജൂൺ 20 ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തു. ജൂലൈ 4 ഞങ്ങൾ രണ്ടാളും പോവാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തോട്ട് പോവാണ്. അവിടെ ചെന്ന് സെപ്റ്റംബറിലാണ് ചേട്ടന് ഇൻ്റർവ്യൂവിന് വിളി വന്നത്. ആ ടൈമിൽ ഞാൻ ചേട്ടനോട് പറഞ്ഞു, മാതാവിൻ്റെ കാശ് രൂപം കയ്യിൽ പിടിച്ച് ധൈര്യമായിട്ട് പൊക്കോ, ഇൻ്റർവ്യൂ പാസ്സാവും, നമ്മൾ വിചാരിച്ച പോലെ തന്നെ HR ഡിപ്പാർട്ട്മെൻറ്റിൽ ചേട്ടന് ജോലി കിട്ടും എന്ന പ്രതീക്ഷയോട് കൂടെ ഞാൻ മാതാവിൻ്റെ കാശ് രൂപം കൊടുത്ത് ചേട്ടനെ പറഞ്ഞയച്ചു. അങ്ങനെ ഇൻ്റർവ്യൂ എളുപ്പമായിരുന്നു. അവിടെ അവർ ജോയിൻ ചെയ്യാൻ പറഞ്ഞു പിറ്റേ ആഴ്ച തന്നെ. അങ്ങനെ ചേട്ടൻ ഇപ്പോഴും അവിടെ HR ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തുകൊണ്ട് പോരുന്നു. അതുപോലെ തന്നെ എനിക്ക് ചെന്ന് പിറ്റേ മാസം ഒക്ടോബർ, ചേട്ടൻ സെപ്റ്റംബറിൽ കയറി, എനിക്ക് ഒക്ടോബറിൽ എനിക്ക് അവിടെ നല്ലൊരു ഹോസ്പിറ്റലിൽ തന്നെ ഇൻ്റർവ്യൂവിന് വിളി വന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് നല്ലൊരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടാനായിട്ട്. ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ 21 പ്രാവശ്യം ചൊല്ലാറുണ്ടായിരുന്നു എന്നും. അങ്ങനെ ഇൻ്റർവ്യൂവിന് പോയി. ക്വസ്റ്റ്യൻസൊക്കെ എളുപ്പമായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പാസ്സായി. അങ്ങനെ ഞാൻ ഒക്ടോബർ 23 ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്തു. പിന്നെ അതിനുശേഷം 2020 എനിക്ക് നഴ്സിങ്ങിൻ്റെ പ്രോമെട്രിക് എക്സാം ഉണ്ടായിരുന്നു. അത് എഴുതിയവർക്കൊക്കെ അറിയാം, ഒത്തിരി ടഫുള്ളൊരു എക്സാം ആയിരുന്നു. ഞാനപ്പോൾ മാതാവിനോട് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ എനിക്ക് എൻ്റെ എക്സാം എനിക്കൊന്ന് പാസ്സാക്കി 50% മാർക്ക് എനിക്ക് ആവശ്യമുണ്ടായിരുന്നുള്ളൂ. പക്ഷേ 50% എന്ന് പറഞ്ഞാലും അത് പാസ്സാവാമെന്ന് വെച്ചാൽ അത് വളരെയധികം ടഫായിട്ടുള്ള എക്സാമാണ്. അപ്പോൾ ഞങ്ങൾക്ക് എക്സാമിന് പോകുന്ന ടൈമിൽ ഞങ്ങൾക്ക് കഴുത്തിൽ കൊന്തയോ മാലയോ കൈമ വളയോ ഒന്നും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പാടില്ല. കാരണം നമ്മൾ എക്സാമിന് പോകുന്നതിന് മുന്നേ അവർ ഫുൾ ബോഡി സ്കാൻ ചെയ്യും. അപ്പോൾ എനിക്ക് ആ ടൈമിൽ എനിക്ക് തോന്നി, ഞാൻ എന്തായാലും മാതാവിനെയും കൊണ്ടാണ് ഞാൻ പോവുള്ള, മാതാവിൻ്റെ കാശ് രൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിൻ്റെ കാശ് രൂപം ഞാൻ എൻ്റെ കൊന്തേമ്മ കോർത്ത് ഞാൻ കഴുത്തിലിട്ടിട്ടാണ് ഞാൻ പോയത്. അവിടെ ചെന്നപ്പോൾ അവർ സ്കാൻ ചെയ്തു, പക്ഷേ മാതാവിൻ്റെ കാശ് രൂപം കണ്ടപ്പോൾ ഒന്നും പറഞ്ഞില്ല അവരെൻ്റെ അടുത്ത്. അങ്ങനെ ഞാൻ ഹോളിൽ കയറി. അവിടെ ചെന്ന് ഞാൻ ഒരു വിശ്വാസ പ്രമാണം എത്തിച്ച് ഞാൻ എൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്തു. എക്സാമിന് വന്ന ഒരു ക്വസ്റ്റ്യൻ, ആകെ എനിക്ക് 1-2 ക്വസ്റ്റ്യൻ മാത്രമേ എനിക്ക് പരിചയം ഉണ്ടായിരുന്നതുള്ളൂ. ബാക്കി ഒരു ക്വസ്റ്റ്യനും എനിക്ക് അതിൽ അറിയുണ്ടായിരുന്നില്ല, അതാണ് സത്യം. പക്ഷേ എനിക്ക് എൻ്റെ മാതാവിലുള്ള വിശ്വാസം, അതാണ് അത് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് അപ്പോൾ തന്നെ റിസൾട്ട് നമുക്ക് കിട്ടും. എക്സാം കഴിഞ്ഞ് അപ്പോൾ തന്നെ നമുക്ക് കമ്പ്യൂട്ടറിൽ നമുക്ക് നമ്മുടെ റിസൾട്ട് പാസ്സാണോ ഫെയിലാണോ എന്ന് അറിയാൻ പറ്റും. അങ്ങനെ എൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തു. 150 ക്വസ്റ്റ്യനാണ് എനിക്കുണ്ടായിരുന്നത്. 150 ക്വസ്റ്റ്യൻ ഞാൻ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ലാസ്റ്റ് എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന ടൈമായി. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് ഒരു ക്വസ്റ്റ്യൻ പോലും ഇതിൽ അറിയുന്നൊരു ക്വസ്റ്റ്യൻ എനിക്കില്ല.
എനിക്ക് എൻ്റെ മാതാവ് എന്നെ ജയിപ്പിക്കണം, എനിക്ക് പാസ്സാവണം, എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ പാസ്സാവുള്ളൂ. അങ്ങനെ ഞാൻ പ്രതീക്ഷീകരണ പ്രാർത്ഥന ഞാൻ ചൊല്ലാൻ തുടങ്ങി. അങ്ങനെ ഞാൻ റിസൾട്ട് നോക്കിയപ്പോൾ 50% വേണ്ട എനിക്ക് 60% തന്ന എൻ്റെ മാതാവ് എനിക്ക് വിജയം നൽകി. പിന്നെ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് 35 വർഷമായിട്ട് ഉള്ള എൻ്റെ പപ്പയുടെ പൈൽസ് എന്ന രോഗം മാതാവ് എടുത്തു മാറ്റി. പിന്നെ 26 വർഷം പഴക്കമുള്ള എൻ്റെ അമ്മയുടെ അലർജി കൊണ്ടുള്ള ശ്വാസം മുട്ടൽ, അതും മാതാവ്, കൃപാസന മാതാവ് എടുത്തു മാറ്റി. യേശുവേ നന്ദി, യേശുവേ സ്തുതി, മാതാവേ നന്ദി.